റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പാഠപുസ്തകങ്ങളിലൂടെ ഗവർണറുടെ അധികാരങ്ങൾ എന്തെന്ന് അതിവേഗം പഠിപ്പിക്കാൻ സർക്കാർ. SCERTയുടെ കരട് തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് കരിക്കുലം കോർ കമ്മിറ്റി അംഗം ഡോക്ടർ റോയ് ബി ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ കരിക്കുലം കമ്മിറ്റി ചേർന്ന് കരടിന് അംഗീകാരം നൽകും. ഗവർണറുടെ ഭാഗം കൂടി ഉൾപ്പെടുത്തി പുസ്തകത്തിന്റെ 2ാം ഭാഗം അച്ചടിക്കുമെന്നും 3 ആഴ്ചയ്ക്കുള്ളിൽ പുസ്തകത്തിന്റെ അച്ചടി തുടങ്ങാനാണ് നീക്കമെന്നും ഡോക്ടർ റോയ് ബി ജോൺ പറഞ്ഞു. കേൾക്കാം. ഇനി എന്താണ് നെക്സ്റ്റ് പ്രോസസ്? ഇതിൻ്റെ അകത്ത് വരുന്നത് SCERT ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു നോട്ട് തയ്യാറാക്കും. ആ നോട്ട് കരിക്കുലം കമ്മിറ്റിയിലേക്ക് വരും. കരിക്കുലം കമ്മിറ്റി അംഗങ്ങൾക്ക് അത് നേരത്തെ തന്നെ വിതരണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ആ കമ്മിറ്റിയെ വിളിച്ചു ചേർക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ആ കമ്മിറ്റിയെ വിളിച്ചു ചേർക്കുക. അതായത് വളരെ സിമ്പിളായ പ്രോസസ്സാണ്. നയപരമായി സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് നടപ്പിലാക്കാൻ ഇനി വേറെ പ്രതിബന്ധങ്ങളൊന്നുമില്ല. വേറെ പ്രതിബന്ധങ്ങൾ ഉള്ളതെന്നല്ല. അതിൻ്റെ അകത്ത് റാറ്റിഫിക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ റാറ്റിഫൈ ചെയ്യേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കൂട്ടായി അവിടെ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ വർഷത്തെ പാഠപുസ്തകം ഏതാണ്ട് സെക്കൻഡ് വോളിയവും അച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അതോ അച്ചടിക്കാൻ പോകുന്നതേ ഉള്ളൂ. സെക്കൻഡ് വോളിയമിൻ്റെ പണി പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇനി ഒരു വായനയും കൂടിയുണ്ട്. അതിനുശേഷമാണ് അത് പ്രസിലേക്ക് പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉൾച്ചേർക്കാൻ പറ്റുന്നത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉൾച്ചേർക്കാൻ കഴിയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ അത് പ്രസിലേക്ക് പോവില്ലേ? പെട്ടെന്ന് തന്നെ പ്രസിലേക്ക് പോകും. ഇനി ഉടനെ പോകും. അപ്പം അതിന് മുമ്പ് തന്നെ കരിക്കുലം കമ്മിറ്റി ഉണ്ടാകും. റഹീസ് റഷീദിന്റെ തത്സമയം നമുക്കൊപ്പം. റഹീസ് റഷീദ്, ഉടനടി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അമേരിക്ക ഇറാനിൽ ആക്രമിച്ചതുപോലെ പെട്ടെന്നുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടേത്. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ അച്ചടി തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗവർണറുടെ അധികാരവും അധികാരമില്ലായ്മയും നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? സമീപകാലത്തെ ഗവർണറും സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലടക്കം ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ അതല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി പരിചയത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനോ ഒക്കെയുള്ള നീക്കമുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചടപട കാര്യങ്ങൾ പോവുകയാണ്. അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് കരട് തയ്യാറാക്കുന്നതേ ഉള്ളൂ. SCERT അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് മിനിഞ്ഞാന്ന് തന്നെ കടന്നു എന്നാണ് SCERT ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു ബൈറ്റ് വന്നാൽ അല്ലെങ്കിൽ അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചപ്പോൾ ഇതങ്ങനെ ഉടനടി നടക്കുമോ എന്നൊരു സംശയം പല കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ തീരുന്നത്. കരിക്കുലം കമ്മിറ്റിയിലുള്ള ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 ആഴ്ചക്കകം കരിക്കുലം കമ്മിറ്റി ചേരും. അതിനുശേഷം സർക്കാർ നയപരമായി എടുത്ത തീരുമാനത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകും. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ ആയിരുന്നു ഇതിന്റെ സെക്കൻഡ് വോളിയം അച്ചടിക്കാൻ പോകേണ്ട ദിവസം. പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അതിൽ ഇതും കൂടി ആഡ് ചെയ്തിട്ട് അച്ചടിച്ചാൽ മതിയെന്നായിരുന്നു. മന്ത്രി ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് കരുതിയിരുന്നത് ഒരു അഡീഷണൽ പേപ്പറായി അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റിക് കോപ്പിയായി ഇത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നതായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ അച്ചടിയിലേക്ക് പോകുന്നുള്ളൂ എന്ന കാര്യം മനസ്സിലായത്. അതുകൊണ്ടാണ് അടിയന്തരമായി കരിക്കുലം കമ്മിറ്റി ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ. കരിക്കുലം കമ്മിറ്റി ചേരാൻ ആകെയുള്ള ഒരു തടസ്സം SCERTക്ക് ഇതിന്റെ കരട് തയ്യാറാക്കണം. അതിന്റെ പണി അവർ തുടങ്ങിയിട്ടുണ്ട്. അരുൺ, ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ ചടപടാന്ന് റഹീസിന്റെ വാക്കുകൾ കടമെടുത്താൽ മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ കരിക്കുലം കമ്മിറ്റി ഡ്രാഫ്റ്റ് തയ്യാറാക്കും. കരട് തയ്യാറാക്കി അത് കരിക്കുലം കമ്മിറ്റിക്ക് കൊടുക്കും. SCERT കൊടുക്കുന്ന കുറിപ്പിന്മേൽ കരിക്കുലം കമ്മിറ്റി തീരുമാനമെടുക്കും. പഠിപ്പിക്കേണ്ട പോർഷൻസിനെ കുറിച്ച് അവർ തീരുമാനിക്കും. അങ്ങനെ വന്നാൽ ഗവർണറുടെ അധികാരങ്ങൾ, ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, എന്തൊക്കെ അധികാരങ്ങളില്ല, സർക്കാരുമായുള്ള ഏറ്റുമുട്ടലുകൾ, ഇതിനെക്കുറിച്ച് പ്രബന്ധം തയ്യാറാക്കുക, ഈ പറയുന്ന ഭാരതാംബ അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ പാഠപുസ്തകത്തിൽ കടന്നു വന്നേക്കാം.